നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നമ്മുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലേക്കാണ് പോകുന്നത്. ഈ വർഷം നിങ്ങൾക്ക് ഏകദേശം 6 യൂണിറ്റുകളോളം ഇംഗ്ലീഷിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. ഓരോ യൂണിറ്റിലും 3-4 ലെസൺസ് വീതമുണ്ട്. ഓരോ യൂണിറ്റിനും ഓരോ ടൈറ്റിലുണ്ട്. ആ ടൈറ്റിൽ എന്ന് പറയുന്നത് ആ യൂണിറ്റിന്റെ തീം കൺവേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ യൂണിറ്റിലെ എല്ലാ ലെസൺസും ഒരു കോമൺ തീം ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് യൂണിറ്റ്. ദിസ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് 4 lessons: a short story, a folk tale, a poem, and a song. The first one is a short story written by Charles D. Coster titled The Mysterious Picture. The next one is a Japanese folk tale titled The Boy Who Drew Cats. Another one is a poem written by Rabindranath Tagore. The name of the poem is Taj Mahal. It's taken from his lengthy poem Shah Jahan. And the final one is a song composed by Michael Jackson and Lionel Richie. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദിസ് ഫസ്റ്റ് യൂണിറ്റ്? ഈ ഫസ്റ്റ് യൂണിറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഹ്യൂസ് ആൻഡ് വ്യൂസ്. ഹ്യൂസ് ആൻഡ് വ്യൂസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ആർട്ട്. കലയെക്കുറിച്ച് പറയുന്നതാണ് ഹ്യൂസ് ആൻഡ് വ്യൂസ് എന്ന് പറയുന്നത്. ഹ്യൂസ് മീൻസ് കളേഴ്സ്, വ്യൂസ് മീൻസ് സൈറ്റ്സ് ഓർ സീൻ, കാഴ്ചകൾ എന്നുള്ളതാണ്. അപ്പം നിറങ്ങളും കാഴ്ചകളും എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പം ആർട്ടിനെ കുറിച്ച് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റഡി ദ പോം ഫ്രം ദ ഫസ്റ്റ് യൂണിറ്റ്, താജ് മഹൽ, റിട്ടൺ ബൈ Rabindranath Tagore. I think you have heard about him. You know well who Rabindranath Tagore is. അല്ലേ? രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് അറിയാത്ത ആരും കാണത്തില്ലല്ലോ അല്ലേ? ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ he was the first non-European to win Nobel Prize for Literature in 1913. 1913 ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് ഒരു നോൺ യൂറോപ്യൻ വിജയിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിലൂടെയാണ്. യൂറോപ്യൻ അല്ലാത്ത ഒരാൾ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് നേടുന്നത് രവീന്ദ്രനാഥ് ടാഗോറിലൂടെയാണ്. ഹി റോട്ട് അവർ നാഷണൽ ആന്തം, നമ്മുടെ ദേശീയ ഗാനം എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഹി വാസ് എ ഫേമസ് പോയറ്റ് ആൻഡ് പെയിന്റർ. വളരെ പ്രശസ്തനായിട്ടുള്ള കവിയും ചിത്രകാരനും ആയിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ ദ പോം. നമുക്ക് ഈ പോം ഒന്ന് പഠിക്കാം. താജ് മഹൽ ഈസ് റിയലി ടേക്കൺ ഫ്രം ഹിസ് പോം ഷാജഹാൻ. ദ ബിഗിനിങ് പാർട്ട് ഓഫ് ഹിസ് പോം ഷാജഹാൻ. അദ്ദേഹത്തിന്റെ ഷാജഹാൻ എന്ന് പറയുന്ന പോമിന്റെ തുടക്ക ഭാഗമാണ് താജ് മഹൽ എന്ന് പറയുന്നത്. ഹിയർ ഹി അഡ്രസ്സസ് ദ ലവ് ഓഫ് ഷാജഹാൻ ടു മുംതാസ് മഹൽ. ശരിക്കും ഇവിടെ ഇദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് ഷാജഹാന്റെ ദ ഡീപ് ലവ് ടുവേർഡ്സ് മുംതാസ് മഹൽ. മുംതാസ് മഹലിനോടുള്ള ഷാജഹാന്റെ ആ തീവ്രമായിട്ടുള്ള പ്രണയത്തെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ആ പ്രണയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ ആ പ്രണയത്തിന്റെ പ്രതീകമായിട്ടാണ് ഷാജഹാൻ ബിൽറ്റ് താജ് മഹൽ. താജ് മഹൽ ആര് നിർമ്മിച്ചത്? ഷാജഹാൻ നിർമ്മിച്ചത്. അപ്പോൾ ത്രൂ താജ് മഹൽ ഹിസ് ലവ് ഈസ് ലാസ്റ്റിംഗ് ഫോർ എവർ. ആ താജ് മഹലിലൂടെ അദ്ദേഹത്തിന്റെ പ്രണയം ഇങ്ങനെ എക്കാലത്തും നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു മോണമെന്റ്, സ്തൂപം, ബിയോണ്ട് ഇറ്റ്സ് ഔട്ട്വേർഡ് ബ്യൂട്ടി,
അതായത് ആ മോണമെന്റിന്റെ പുറം ഭാഗത്തുള്ള സൗന്ദര്യത്തിന് അപ്പുറം we can see a touch of love in that. പ്രണയത്തിന്റെ ഒരു സ്പർശം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. The poet tries to address that. ആ പ്രണയത്തിന്റെ തീവ്രതയാണ് പോയറ്റ് ശരിക്കും അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ശരിക്കും താജ്മഹൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ 7 wonders ഓഫ് ദ വേൾഡ്, ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒരെണ്ണമാണെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അത്രയും ഒരു പീക്ക് സ്റ്റേജിലേക്ക് അതിനെത്താൻ കഴിഞ്ഞത് ദാറ്റ് symbolizes the true love of ഷാജഹാൻ to മുംതാസ് മഹൽ. മുംതാസ് മഹലിനോടുള്ള ഷാജഹാന്റെ യഥാർത്ഥ പ്രണയത്തെ അത് പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത്. അപ്പോൾ നമുക്ക് I will recite the lines of this poem. Please listen me. Okay. You knew, Emperor of India, Shah Jahan, that life, youth, wealth, renown all float away down the stream of time. Your only dream was to preserve forever your heart's pain. The harsh thunder of imperial power would fade into sleep. Like a sunset's crimson splendor, but it was your hope that at least a single eternally heaved sigh would stay to greet the sky. Though emeralds, rubies, pearls are all, but as the glitter of a rainbow trekking out empty air and must pass away, yet still one solitary tear would hang on the cheek of time in the form of this white and gleaming Taj Mahal. Let's see the meaning of this poem. You knew the Emperor of India, Shah Jahan. Here the poet addresses Shah Jahan, the Emperor of India. ഇന്ത്യയുടെ ചക്രവർത്തിയായിരുന്ന ഷാജഹാനെ പോയിട്ട് ഇവിടെ അഡ്രസ് ചെയ്യുകയാണ്. That life, that wealth, that youth, that renown all float away down the stream of time. The poet says that the life of Shah Jahan, the youth of Shah Jahan, the renown of Shah Jahan, and the wealth of Shah Jahan. Renown means fame. ഷാജഹാന്റെ ജീവിതം, ഷാജഹാന്റെ സമ്പത്ത്, ഷാജഹാന്റെ യൗവനം, ഷാജഹാന്റെ പ്രശസ്തി all float away, all move away down the stream of time, down the current of time. കാലത്തിന്റെ പ്രവാഹത്തിൽ ഇതെല്ലാം ഒലിച്ചു പോയിരിക്കുന്നു. Completely wiped out. All those earthly things. ഈ പറയുന്ന എല്ലാ earthly things means എന്താണ്? Mortal things. നശ്വരമായിട്ടുള്ള കാര്യങ്ങൾ ഏത് സമയത്തും നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം യൂത്ത്, ലൈഫ്, യൂത്ത്, റിനോൺ ആൻഡ് വെൽത്ത്, ഇത്രയും ഏത് സമയത്തും ഇല്ലാതാകുന്നു. ഇതെല്ലാം കാലത്തിന്റെ ഒരു കുത്തൊഴുക്കിൽ എന്തായി പോയിരിക്കുന്നു? കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആയിരിക്കുന്നു. കംപ്ലീറ്റ്ലി ഫ്ലോട്ട് അവേ, മൂവ് അവേ, പൂർണ്ണമായിട്ടും ഒലിച്ച് പോയിരിക്കുന്നു. ഹി ഹാഡ് എ ഡ്രീം, അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. To preserve his heart's pain forever. What was his dream? അദ്ദേഹത്തിന്റെ സ്വപ്നം എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? To preserve means to safeguard, പരിരക്ഷിക്കുക, സംരക്ഷിക്കുക. His heart's pain forever. അദ്ദേഹത്തിന്റെ ഹൃദയവേദനയെ എന്നേക്കുമായി സംരക്ഷിക്കുക, പരിരക്ഷിക്കുക എന്നുള്ളൊരു സ്വപ്നം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. What was his heart's pain? എന്തായിരുന്നു അതിന്റെ heart's pain? The loving memory of his beloved wife മുംതാസ് മഹൽ. മുംതാസ് മഹൽ എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ഓർമ്മകളായിരുന്നു അദ്ദേഹത്തിന്റെ ഹാർട്ട്സ് പെയിൻ എന്ന് പറയുന്നത്. അതിനെ എക്കാലത്തേക്കും നിലനിർത്തുക, സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രീം എന്ന് പറയുന്നത്. The harsh thunder of imperial power would fade into sleep. The harsh thunder of imperial power. The horrible, harsh, horrible, rude
The harsh thunder of imperial power. അതായത് imperial power means something related to empire, his royal power. അദ്ദേഹത്തിന്റെ രാജാധികാരത്തെയാണ് imperial power എന്ന് പറഞ്ഞിരിക്കുന്നത്. The harsh thunder of imperial power would fade into sleep, would disappear down the stream of time. കാലത്തിന്റെ പ്രവാഹത്തില് അല്ലെങ്കിൽ ഒഴുക്കില് എന്ത് അപ്രത്യക്ഷമായി പോവും? His imperial power, the harsh thunder of his imperial power. Poet used a metaphor here. The poet used a figure of speech here, metaphor. Metaphor എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് പോയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ ഇമ്പീരിയൽ പവറിനെ ഹാർഷ് തണ്ടർ ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. അപ്പൊ ആ കമ്പാരിസൺ പറയുന്നത് എന്താണ്? മെറ്റഫർ എന്നാണ് പറയുന്നത്. ആസും ലൈക്കും ചേർക്കാതെ കമ്പയർ ചെയ്യുന്നതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ഫെയ്ഡ് ഔട്ട് ആവുന്നു അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ഡിസപ്പിയർ ആവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? The harsh thunder of his imperial power. അദ്ദേഹത്തിന്റെ എല്ലാ രാജാധികാരങ്ങളും എന്താണ്? അപ്രത്യക്ഷമായി പോകുന്നു. Like a sunset's crimson splendor. Crimson means എന്താണ്? Deep red color. ശരിക്കും നിങ്ങൾ സൺസെറ്റ് ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ you can see the deep red color of the sky when the sun sets. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആകാശം മൊത്തം ഇങ്ങനെ ചുവന്ന് തൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? that glory that would fade out. അതും ഇങ്ങനെ പെട്ടെന്ന് അസ്തമിക്കുന്നതാണ്, നോട്ട് എ ലാസ്റ്റിംഗ് വൺ, അല്ലേ? അപ്പൊ ആ ഒരു സ്പ്ലെൻഡർ, ആ ഒരു ബ്യൂട്ടി പെട്ടെന്ന് നശിക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ, അതായത് എന്താണ്? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആകാശം മൊത്തം ഇങ്ങനെ ചുവന്ന് തൊടുത്തിരിക്കുന്ന ആ ഒരു ബ്യൂട്ടി എന്താണ്? വിൽ ഡിസപ്പിയർ സൂൺ, വിൽ ഡിസപ്പിയർ ക്വിക്ലി. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവും. ലൈക്ക് ദാറ്റ് ഹിസ് ഓൾ റോയൽ പവർ will disappear. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ എന്താണ്? റോയൽ പവറും അപ്രത്യക്ഷമാകും, അല്ലേ? But it was your hope that at least a single eternally heaved sigh would stay to greet the sky. But it was your hope. The poet earlier said about his dream. ആദ്യം അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് പോയിട്ട് പറഞ്ഞിരുന്നു, അല്ലേ? What was his dream? To safeguard his heart pain, the loving memory of his beloved wife. അതായിരുന്നു ഡ്രീം. Here the poet says about his hope. അദ്ദേഹത്തിന്റെ പ്രതീക്ഷയെ കുറിച്ച് പറഞ്ഞു. എന്താണ് പ്രതീക്ഷ? ഷാജഹാൻ hopes that his eternally grieved sigh can greet the sky. തന്റെ അനശ്വരമായ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള നെടുവീർപ്പിന് can greet the sky, ഈ ആകാശത്തെ വിഷാദത്തിലാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അപ്പം what was his dream and what was his hope? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ, അല്ലേ? സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? to preserve his heart pain forever. അദ്ദേഹത്തിന്റെ ഹൃദയ വേദനയെ എക്കാലത്തേക്കും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ what was his hope? അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു? പ്രതീക്ഷ എന്ന് പറയുന്നത് he can utter a sigh to greet the sky. ആകാശത്തെ വിഷാദത്തിലാക്കാനുള്ള നെടുവീർപ്പിടാനായിട്ട് തനിക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. Though emeralds, rubies, pearls are all. Emeralds, rubies, pearls, all these are precious stones. വിലപിടിപ്പുള്ള രത്നങ്ങളെയാണ് എമറാൾഡ്, റൂബീസ്, പേൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മരതകം, മാണിക്യം, മുത്ത്, അല്ലേ? അപ്പം എമറാൾഡ് എന്ന് പറഞ്ഞാൽ റെഡ് സ്റ്റോണ്, റൂബി എന്ന് പറഞ്ഞാൽ ഗ്രീൻ സ്റ്റോണ്, അല്ലേ? പേൾ, അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ എന്താണ്? പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. പ്രഷ്യസ് സ്റ്റോൺസ് ആണെങ്കിലും ഓൾ ദോസ് ആർ എർത്തിലി. ഇതും എന്താണ്? എർത്തിലി ആണ്. മീൻസ് എന്താണ്? നശ്വരമായിട്ടുള്ളതാണ്, ഏത് സമയത്ത് നശിച്ചു പോകുന്നതാണ്, മങ്ങിപ്പോകുന്നതാണ്. ഓൾ ദീസ് പ്രഷ്യസ് സ്റ്റോൺസ് are like the rainbow tricking out empty air. Like a rainbow tricking out empty air. Tricking out means decorating the empty air. ശൂന്യ ആകാശത്തെ അലങ്കരിക്കുന്ന എന്താണ്? മഴവില്ല് പോലെ ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? എമറാൾഡും റൂബിയും
പേൾസും ഒക്കെ, ഈ പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ, അല്ലയോ? All those precious stones are like the rainbow which decorates the empty air. ശൂന്യാകാശത്തെ അലങ്കരിക്കുന്ന ഒരു എന്താണ് മഴവില്ല് പോലെയാണ് ഈ പ്രഷ്യസ് സ്റ്റോൺസ് എല്ലാം. All must pass away, all must disappear. എല്ലാം അപ്രത്യക്ഷമാകും, എല്ലാം ഇല്ലാതാകും. All will die. എല്ലാം നശിച്ചു പോകും. അപ്പോൾ ഈ പ്രഷ്യസ് സ്റ്റോൺസിനെ എല്ലാം അദ്ദേഹം എന്താണ് മഴവില്ല് പോലെ ഉപമിച്ചിരിക്കുകയാണ്. മഴവില്ല് വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ മനോഹരമാണ്, അല്ലയോ? സപ്തവർണ്ണങ്ങൾ നിറഞ്ഞതാണ്, അല്ലേ? എന്താണ് 7 കളേഴ്സ് അടങ്ങിയതാണ് റെയിൻബോ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ഇതെല്ലാം ഒരു ഗ്ലിംസ് ആണ്, അതായത് നൈമിഷികമാണ്, നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അല്ലേ? അപ്പൊ അതുപോലെയാണ് എന്താണ് ദ ബ്യൂട്ടി ഓഫ് പ്രഷ്യസ് സ്റ്റോൺസ്, ഈ വിലപിടിപ്പുള്ള രത്നങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഓൾ മസ്റ്റ് പാസ് അവേ, ഓൾ മസ്റ്റ് ഡൈ, ഓൾ മസ്റ്റ് ഡിസപ്പിയർ, ഓൾ മസ്റ്റ് ഡിസ്ട്രോയ്. എല്ലാം എന്താണ് നശിച്ചു പോകും, അല്ലേ? Yet still one solitary tear would hang on the cheek of time in the form of this white and gleaming Taj Mahal. But the poet says that still one solitary tear would hang on the cheek of time. One solitary tear would hang on the cheek of time. What will hang on the cheek of time? സമയത്തിന്റെ കവിളുകളില് വാട്ട് വിൽ ഹാങ്, എന്തിങ്ങനെ തൂങ്ങിക്കിടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൺ സോളിറ്ററി ടിയർ, വൺ ഡ്രോപ്പ് ഓഫ് ടിയർ, ഒരു കണ്ണുനീർ തുള്ളി. ടിയർ മീൻസ് എന്താണ്? കണ്ണുനീർ തുള്ളിക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടിയർ എന്ന്. ഒരു കണ്ണുനീർ തുള്ളി എന്താണ് കാലമാകുന്ന കാലത്തിന്റെ കവിളുകളിൽ ഇങ്ങനെ എന്താണ് തങ്ങി നിൽക്കും. ഇൻ ദ ഫോം ഓഫ് ദിസ് വൈറ്റ് താജ്മഹൽ. ഏത് രൂപത്തില്? ഈ വൈറ്റ് മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന താജ്മഹലിന്റെ രൂപത്തിൽ. ദീസ് ലൈൻസ് ഷോ ദ എവർലാസ്റ്റിംഗ് എക്സിസ്റ്റൻസ് ഓഫ് ആർട്ട്. ഈ ആർട്ടിന്റെ എവർലാസ്റ്റിംഗ് എക്സിസ്റ്റൻസ് ആണ് പോയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾ അതർ തിങ്സ് റിഗാർഡിംഗ് താജ്മഹൽ, താജ്മഹലുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങളും, ദ എംപറർ ഹു ബിൽറ്റ് ഇറ്റ്, ഷാജഹാൻ, ആൻഡ് ഹിസ് വൈഫ് മുംതാസ് മഹൽ, ആൻഡ് ദ ആർക്കിടെക്ട് ഹു ബിൽറ്റ് താജ്മഹൽ, all of them disappeared. എല്ലാവരും അപ്രത്യക്ഷരായി. All of them floated away down the stream of time. കാലത്തിന്റെ കുത്തൊഴുക്കിൽ അവരെല്ലാം ഒലിച്ചുപോയി. But one thing remained there. ഒന്ന് അവശേഷിക്കുന്നു. What is that? എന്താണ്? The art. The symbol of Shah Jahan's deep love towards his wife. Taj Mahal. That was built in white marble. So the poet says that in the form of white and gleaming Taj Mahal. തിളങ്ങുന്ന വെള്ള മാർബിളിൽ നിർമ്മിച്ച താജ്മഹലിന്റെ രൂപത്തില് കാലത്തിന്റെ കവിളുകളിൽ ഒരു കണ്ണുനീർ തുള്ളി അവശേഷിക്കും. അത് എന്താണ്? ഷാജഹാന്റെ ഹൃദയ വേദനയാണ്, ഹാർട്ട് പെയിൻ ആണ്, അദ്ദേഹത്തിന്റെ ഹോപ്പ്, പ്രതീക്ഷയാണ്. അപ്പൊ ഇത്രയാണ് ഈ പോമിന്റെ തീം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് കുറെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. സിമിലി ഉണ്ട്, മെറ്റഫർ ഉണ്ട്, പെർസോണിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഈ ചീക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എന്താണ്? അട്രിബ്യൂട്ട് ദ ഹ്യൂമൻ ക്വാളിറ്റീസ് ടു സംതിങ് നോൺ ഹ്യൂമൻ. മനുഷ്യനില്ലാത്ത ഒന്നിലേക്ക് എന്താണ് ചാർത്തി പറയുന്നതിനെയാണ്, മനുഷ്യനല്ലാത്ത ഒന്നിലേക്ക് ചാർത്തി പറയുന്നതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കുറെ ഇങ്ങനെയുള്ള സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ തുടങ്ങിയ എന്താണ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനായിട്ട്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ പോമിന്റെ ഒരു കംപ്ലീറ്റ് മീനിങ് എന്ന് പറയുന്നത്.
ഇനി ഈ ഫോം നിങ്ങൾ ഭംഗിയായിട്ട് വായിച്ചു നോക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ബാക്കി ടെക്നിക്കൽ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.